കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ നദികളിലൊന്നാണ് അഷ്ടമുടിക്കായൽ. ആ അഷ്ടമുടിക്കായലിന്റെ നടുവിലൂടെ നമുക്ക് നടക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ സ്പീഡ് ബോട്ടിലെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ 8 പേര് അതിൻ്റെ അകത്ത് കയറി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായി. ഇവിടുന്ന് പെർ ഹെഡ് 150 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. മിനിമം ഒരു 7 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോകത്തുള്ളൂ. സോ നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, സാമ്പ്രാണിക്കൊടി. ഇവിടെ ഇതുപോലെ ഒരുപാട് ബോട്ടുകൾ കാണാം. ഇതുപോലെ ആൾക്കാർ വരുന്നതും പോകുന്നതും ആയിട്ടുള്ള ഒരുപാട് ബോട്ടുകൾ കാണാം. അവിടെ ഒരു നീല കളറിലൊരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. അവിടെയാണ് ഇറങ്ങുന്നത്. അപ്പം അവിടെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. അപ്പം നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടിട്ടാണ് വന്നത്. കാരണം ഇവിടെ വന്നാലും ചെരുപ്പിട്ടിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ചെരുപ്പൊക്കെ അവിടെ ഇട്ടിട്ട് വരാൻ. പിന്നെ വാച്ച് മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം, വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ അത്രയും മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ പാദം മുങ്ങാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. മുട്ടിനേക്കാളും കൂടുതൽ പൊക്കത്തിൽ എവിടെയും വെള്ളമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ഇതുപോലെ കണ്ടൽക്കാടുകളാണ്. ഏകദേശം 2 ഏക്കറോളം സ്ഥലം ഇതുപോലെ ആഴം കുറഞ്ഞ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. നല്ലൊരു വൈബാണ് ഇതിലെ കൂടെ, ഈ ഇത്രയും തണുത്ത വെള്ളത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പം ഞങ്ങൾ പോയതൊരു സൺഡേ ആയിരുന്നു. ഇത് ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത്. 2 മണി 2:30 ആ ഒരു ടൈമിലാണ് പോയത്. ഈ ഉച്ച സമയത്ത് പോലും എന്തോ ഒരു തിരക്കാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കും ഉണ്ട്. പിന്നെ ഇതേ നമ്മൾ നടന്ന് പോകുമ്പോഴത്തേക്കും ഇതേപോലെ മരങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ കുറേ സ്പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ട് കുറേ സ്പോട്ടുകൾ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഭയങ്കര ക്ലിയർ ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം നമ്മുടെ കാലൊക്കെ കാണാൻ പറ്റും. പിന്നെ ദേ ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വള്ളത്തിൽ കൊണ്ടുപോകും അവർ. പെർ ഹെഡ് 100 റുപ്പീസാണ് പറയുന്നത്. 100 രൂപയ്ക്ക് നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ അരമണിക്കൂർ കൊണ്ട് ഫുൾ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചുറ്റിക്കാണിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ദേ ഇവിടെയൊക്കെ ഒട്ടും ആഴമില്ല, നമുക്ക് ഇവിടെയൊക്കെ കയറി നിൽക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പണ്ട് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്ന ചാമ്പ്രാണിക്കൊടി എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ചരക്ക് കപ്പൽ ഇവിടെ വന്നിട്ടായിരുന്നു നങ്കൂരം ഇട്ടിരുന്നത്. അതുകൊണ്ട് ചാമ്പ്രാണിക്കൊടി എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. പിന്നെ പറഞ്ഞ് അത് സാമ്പ്രാണിക്കൊടിയായിട്ട് മാറി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. പിന്നെ ദേ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കക്കയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് അടിയിൽ ചവിട്ടുമ്പോഴും അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തെങ്കിൽ എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. 9 മണിക്ക് വൈകുന്നേരത്തെ എപ്പം പോവും? 6 മണിയാവും. അപ്പൊ എങ്ങനെ പോവും? എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ എങ്ങനെ പോവും? വെള്ളത്തില്? ആ. അപ്പൊ ഇത്രയും സമയം ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുമ്പോ കാലിന് കുഴപ്പമൊന്നുമില്ലേ? അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു മാങ്ങ മേടിച്ചായിരുന്നു. നമ്മൾക്ക് ക്യാഷ് ആയിട്ടും ഗൂഗിൾ പേ ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പൈനാപ്പിൾ, മാങ്ങ, നെല്ലിക്ക, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കുടിക്കാനാണെങ്കിൽ സോഡ നാരങ്ങ, ഗോലി സോഡ, പിന്നെ ചെറിയ ചെറിയ ബോട്ടിൽ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു മാൻമെയ്ഡ് ഐലൻഡാണ്. നമ്മുടെ ആലപ്പുഴ ജലപാതയുടെ പണി നടക്കുമ്പോൾ അവിടെ നിന്ന് ഡ്രെഡ്ജ് ചെയ്ത മണ്ണ് അടിഞ്ഞിട്ടാണ് ഇതുപോലെ ഐലൻഡ് ആയതെന്നാണ് അവർ പറയുന്നത്. സോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കൂ കേട്ടോ. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കായലിൻ്റെ നടുവിലൂടെയൊക്കെ നടക്കാൻ പറ്റുക എന്ന് പറയുന്നത്. വെക്കേഷന് പിള്ളേരായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.